ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിലെ DGP MR അജിത് കുമാർ വിശദീകരണം നൽകി. DGPക്കാണ് വിശദീകരണം നൽകിയത്. അന്വേഷണ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ചു എന്ന സൂചന. വിശദീകരണം പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് DGP. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ഇപ്പോൾ എന്ത് വിശദീകരണമാണ് ഇതിൽ അജിത് കുമാർ നൽകിയിരിക്കുന്നത്? തനിക്കൊരു പങ്കുമില്ല എന്നുള്ളതാണോ? പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടിലെ ആശയക്കുഴപ്പങ്ങളും വിവരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇപ്പോൾ? പക്ഷേ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം DGPക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് MR അജിത് കുമാറിനോട് DGP വിശദീകരണം ചോദിച്ചത്. എന്നാൽ ആ റിപ്പോർട്ടിൽ അതിഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ചും കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരം. ആ കാര്യങ്ങൾ അടക്കം വിശദീകരിക്കാൻ വേണ്ടിയാണ് വിശദീകരണം ചോദിച്ചത്. പക്ഷേ അതെല്ലാം നിഷേധിച്ചുകൊണ്ടൊരു മറുപടിയാണ് MR അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇനി വിശദമായി ഈ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും DGP സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും MR അജിത് കുമാറിനെതിരായിട്ടുള്ള സർക്കാരിൻ്റെ നടപടികളിലടക്കം തീരുമാനം ഉണ്ടാവുക.